കാപ്പിക്കും കുട്ടികളുടെ സ്നാക്സ് ഉണ്ടാക്കാം. നല്ലൊരു ബജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് ഞാൻ കടലമാവാണ് മെയിനായിട്ട് എടുക്കുന്നത്. കടലമാവിനകത്താണ് നമ്മളിത് മുക്കി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മിക്സായിട്ട് നമ്മൾ പൊട്ടറ്റോ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചെറിയ സ്ലൈസായിട്ട് അരിയണം. അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്ത് എടുക്കാൻ. കടലമാവിനകത്ത് നമുക്ക് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് ജീരകം പൊടിച്ചത്, ഇതൊരു നുള്ളിടാം. ഇത് അയമോദകമാണ്, അയമോദകം ഒരു ചെറിയ സ്പൂൺ ഇടാം. പിന്നെ ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി ഇടാം. പിന്നെ നമുക്ക് കായം ചേർക്കണം. ഈ കടലമാവിൻ്റെ എല്ലാ സാധനത്തിലും നമ്മൾ കായം ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വരുവല്ല. ആവശ്യത്തിന് ഉപ്പുമുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊരു തീരെ അയഞ്ഞു പോകാതെ ഒരുവിധം ഒരു മുറുകിയിരിക്കുന്ന പാകത്തിൽ നമുക്ക് ഈ കടലമാവ് ആദ്യം കുഴച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പൊട്ടറ്റോയും ടൊമാറ്റോയും ഒക്കെ ചെറിയ സ്ലൈസായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ പൊട്ടറ്റോ ഒക്കെ ഒരു ഈ സൈസിൽ കട്ട് ചെയ്യാം. ഇതിൻ്റെ സ്ലൈസ് ഒരു ഇത്രയും തിക്നെസ് ആകാവുള്ളൂ. ഒത്തിരി ആയാലും നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പം അകത്തെ പൊട്ടറ്റോ ഒക്കെ വേവാതിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് ഈ ടൊമാറ്റോയും പൊട്ടറ്റോയും എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. തീരെ സ്ലൈസ് ചെറുതായി പോവില്ല. ചെറുതായി പോയാൽ അങ്ങ് ചിപ്സ് പോലെ ആയിപ്പോവും. പിന്നെ ഈ മുളക് നമ്മൾ മൊത്തത്തോടെ വറക്കല്ലേ. മുളകൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം എണ്ണയ്ക്കകത്ത് ഇടാൻ. അല്ലെങ്കിൽ ഇത് നമ്മൾ മുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. എല്ലാ മുളകിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്താൽ മതി, ഇടിയിപ്പിക്കണ്ട. ബാക്കി ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കാം. ഉപ്പ് ചേർക്കാൻ നമുക്ക് ജീരകം പൊടിച്ചതാണ് ഇതൊരു ചെറിയ പിഞ്ച് ചേർക്കാം. ഒരു ചെറിയ അര സ്പൂണ് നമുക്ക് അയമോദകം ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾ പൊടി ചേർക്കാം. ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർക്കാം. നമുക്ക് കായവും കൂടെ വേണം. നമ്മൾ ഇച്ചിരി കായം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ എടുക്കാവുള്ളൂ. കൂടിപ്പോയാൽ പിന്നെ ഇത് നമ്മൾ പൊട്ടറ്റോയിലൊന്നും ഇത് കടലമാവ് പിടിച്ചിരിക്കുകയില്ല. അത് കാരണം നമുക്ക് ഒത്തിരി അയഞ്ഞു പോകാതെ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമ്മുടെ ഈ കടലമാവ് ഈ പരുവത്തിൽ ഇരുന്നാൽ മതി. ഇതുണ്ടോ, ഇത്രയും മതി. ഇതിൽ കൂടുതൽ നീണ്ടു പോകല്ലേ. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇടാം. നമ്മുടെ കടലമാവ് നല്ല ബജിയ നല്ല പൊങ്ങി വരും. ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അത് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കാം. ഇപ്പം ഞാൻ ഈ ബാക്കിയെല്ലാം സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല ഒരു പാൻ ചൂടാക്കി നമുക്ക് ഇത് എണ്ണയ്ക്കകത്ത് ഇടാം. പാൻ ചൂടായി ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ ഓരോന്നായിട്ട് ഈ ഇതിനകത്ത് മുക്കി നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മളിത് രണ്ട് സൈഡും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. നമ്മൾ ഈ മുളക് വാങ്ങിക്കുമ്പം ബജിയയ്ക്കുള്ള മുളക് ഒരുപാട് എരിവുള്ളത് വാങ്ങിക്കല്ലേ. ഒരു മീഡിയം ഉള്ള മുളകേ നമ്മൾ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പച്ചമുളകിന് ഭയങ്കര എരിവായിരിക്കും. ഇതെല്ലാം ഒന്ന് രണ്ട് സൈഡും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബജിയ റെഡിയാവും. ഒത്തിരി വേവില്ല. ഇപ്പം നമ്മുടെ ബജിയ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന പൊട്ടറ്റോയും ടൊമാറ്റോയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബജിയ റെഡിയാണ്. ഈ മഴക്കാലത്ത് നമുക്ക് ചൂടോടെ വൈകുന്നേരമൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.